അതായത് സാറാണോ ക്വസ്റ്റ്യൻ പേപ്പർ ഇട്ടത് എന്ന് വരെ ഒരുപാട് പേര് ചോദിച്ചിരുന്നു ആക്ച്വലി. അപ്പോൾ നമ്മുടെ JPHN എക്സാമിൽ നമ്മൾ ഫോളോ ചെയ്ത സ്റ്റഡി സ്ട്രാറ്റജി, കൂടാതെ തന്നെ വരാൻ പോകുന്ന DME എക്സാമിന് നമ്മൾ ഫോളോ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സ്റ്റഡി സ്ട്രാറ്റജി, ഇത് രണ്ടുമാണ് ആക്ച്വലി നമ്മൾ ഈ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. വെൽക്കം ടു എജൂസ് അക്കാഡമി. എജൂസ് അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പൊ നമ്മുടെ JPHN എക്സാം ഒക്കെ കഴിഞ്ഞു അല്ലേ, അതിന്റെ ഹാങ് ഓവറിൽ ഇരിക്കുകയാണ് എന്നറിയാം. അപ്പോൾ ഒരുപാട് കോണിൽ നിന്ന് ആക്ച്വലി ഒരുപാട് സ്ഥലത്ത് നിന്ന് നമുക്ക് ഒരുപാട് നല്ല മെസ്സേജസ്, ഒരുപാട് നല്ല ഫീഡ്ബാക്ക് കിട്ടിയിട്ടുണ്ട്. അവർക്കെല്ലാം ഞാൻ ആദ്യമായിട്ട് നന്ദി പറയുന്നു. അതോടൊപ്പം തന്നെ ആക്ച്വലി പലരും ചോദിച്ചിരുന്നു, സാർ ഇതിന്റെ സക്സസ് മന്ത്ര എന്താണ് എന്നുള്ളത്. അതായത് ഏകദേശം എല്ലാ ക്വസ്റ്റ്യനും അല്ലെ 100 ക്വസ്റ്റ്യൻസും നമ്മൾ പഠിപ്പിച്ചത് തന്നെയാണ് നമ്മുടെ കഴിഞ്ഞ JPHN എക്സാമിന് ചോദിച്ചത്. അപ്പൊ ആക്ച്വലി എല്ലാവരും ചോദിച്ചിരുന്നു, സാർ ഇത് എന്താ, എങ്ങനെയാണ് ഇത് സാധ്യമാകുന്നത്, അതായത് സാറാണോ ക്വസ്റ്റ്യൻ പേപ്പർ ഇട്ടത് എന്ന് വരെ ഒരുപാട് പേര് ചോദിച്ചിരുന്നു. ആക്ച്വലി എന്താ ഇതിൽ യാതൊരു മാജിക്കും ഒന്നുമില്ല കേട്ടോ. ഇത് ആക്ച്വലി ഹാർഡ് വർക്കിന്റെ ഒരു പ്രതിഫലമാണ് നമ്മൾ ഈ കഴിഞ്ഞ എക്സാമിന് കണ്ടത്. അതായത് നമ്മുടെ എജൂസ് അക്കാഡമിയുടെ സ്റ്റുഡൻസിന് അറിയാം അല്ലെ, എജൂസ് അക്കാഡമിയുടെ JPHN ക്ലാസ് അറ്റൻഡ് ചെയ്തവർക്ക് അറിയാം നമ്മൾ ഏത് രീതിയിലാണ് സ്റ്റുഡൻസിനെ നമ്മൾ ട്രെയിൻ ചെയ്തത് എന്നുള്ളത്. വളരെ, അതായത് JPHN സിലബസ് എല്ലാവർക്കും അറിയാം, വളരെ കുറച്ച്, അതായത് നമ്മുടെ DME സ്റ്റാഫ്നെസ് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് സിലബസ് ആയിരിക്കും വരിക. അപ്പം ആ സിലബസ് തന്നെ ഫുൾ കവർ ചെയ്തു, അതായത് A to Z ആ സിലബസിൽ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ അതെല്ലാം വളരെ ഡീറ്റെയിൽ ആയിട്ട്, വളരെ ഇൻഡെപ്തിലാണ് നമ്മുടെ റെഗുലർ ക്ലാസ്സസിൽ നമ്മൾ കവർ ചെയ്തത് അല്ലെ. നിങ്ങൾക്ക് അറിയാമായിരിക്കും, ഏകദേശം 120+ hours ആണ് നമ്മൾ റെഗുലർ ക്ലാസ്സിൽ ആ സിലബസ് കവർ ചെയ്തത്. അതുകൂടാതെ തന്നെ നിങ്ങൾക്ക് അറിയാമായിരിക്കും, നമ്മളൊരു 1 month കംപ്ലീറ്റ് റിവിഷൻ നടത്തിയിരുന്നു. നമ്മുടെ സ്റ്റുഡൻസിന് അറിയാം അല്ലെ, നമ്മൾ 1 month ആ സിലബസ് എൻ്റയർ കവർ ചെയ്യുന്ന രീതിയിൽ റിവിഷൻ നടത്തിയിരുന്നു. കൂടാതെ ഒരുപാട് നമ്മുടെ ഫ്രീ സെഷൻസ് നമ്മൾ കൊടുത്തിരുന്നു. യൂട്യൂബിലൂടെ നമ്മൾ ഒരുപാട് ഇമ്പോർട്ടന്റ് പോയിന്റ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. അതുകൂടാതെ തന്നെ മാതൃഭൂമിയുടെ തൊഴിൽ വാർത്ത അല്ലെ, മാതൃഭൂമിയുടെ തൊഴിൽ വാർത്തയിൽ വന്ന ക്വസ്റ്റ്യൻസ് നമ്മൾ വീക്കിലി ഓരോ ക്വസ്റ്റ്യൻസ് വെച്ച് ഡിസ്കസ് ചെയ്തിരുന്നു. ഏറ്റവും ലാസ്റ്റ് നമ്മുടെ എക്സാം എടുത്തപ്പോൾ വീണ്ടും നമ്മുടെ സ്റ്റുഡൻസിന്റെ ഒരുപാട് പ്രഷർ ഉണ്ടായിരുന്നു, സാർ ഞങ്ങൾക്ക് കുറച്ചുകൂടെ റിവിഷൻ വേണം എന്നുള്ള രീതിയിൽ. അത് മാത്രമല്ല നമ്മുടെ സ്റ്റഡി പ്ലാന്റെ ഭാഗം തന്നെ ആയിരുന്നു ആ ഒരു മെഗാ മാരത്തൺ റിവിഷൻ അല്ലെ. അപ്പൊ നമ്മൾ ഈ കഴിഞ്ഞ JPHN എക്സാമിന് ഫോളോ ചെയ്ത സ്റ്റഡി സ്ട്രാറ്റജി എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അല്ലെ. അതായത് ഏകദേശം 120+ hours ഡീറ്റെയിൽഡ് ക്ലാസ്സസ്, കൂടാതെ റിവിഷൻ അല്ലെ, പീരിയോഡിക് ആയിട്ടുള്ള റിവിഷൻ, പിന്നെ 12 മണിക്കൂർ ഉൾപ്പെടെയുള്ള, അതായത് ഡെയിലി ഒരു ദിവസം തന്നെ 12 മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന തരത്തിലുള്ള മെഗാ മാരത്തൺ റിവിഷൻ, കൂടാതെ യൂട്യൂബിലെ ക്ലാസ്സസ്, പിന്നെ നമ്മുടെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ അല്ലെ. അപ്പം ഇതെല്ലാം കൂടെ ഏകദേശം ഒരു 300 മണിക്കൂറോളം വളരെ ഇൻഡെപ്തില്, വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള സ്റ്റഡി ആണ് നമുക്ക് ഈ രീതിയിൽ നമ്മുടെ സ്റ്റുഡൻസിന് നല്ല രീതിയിൽ എക്സാം എഴുതാനായിട്ട് കഴിഞ്ഞത്. അപ്പം ഈ ഒരു സ്ട്രാറ്റജി തന്നെ ആയിരിക്കും, അല്ലെങ്കിൽ ഇതുപോലെ അല്ലെങ്കിൽ ഇതിനേക്കാളും കുറച്ചുകൂടെ നല്ല സ്ട്രാറ്റജീസ് തന്നെ ആയിരിക്കും നമ്മുടെ DME എക്സാമിനും ഫോളോ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം ആക്ച്വലി ഈ രീതിയിലുള്ള പഴുതടച്ച ട്രെയിനിങ്ങും കൂടാതെ പഴുതടച്ച രീതിയിലുള്ള കോച്ചിങ്ങും കാരണമാണ് ആക്ച്വലി നമ്മളെ അക്കാഡമിയിൽ പഠിപ്പിച്ച കാര്യങ്ങൾ തന്നെയാണ് എല്ലാ ക്വസ്റ്റ്യൻസും ചോദിച്ചത്. അപ്പം ആക്ച്വലി നമ്മുടെ അക്കാഡമിയിൽ പഠിച്ച എല്ലാ കുട്ടികൾക്കും, അതുകൂടാതെ നമ്മുടെ യൂട്യൂബ് വീഡിയോസ് കണ്ട് പഠിച്ച എല്ലാ കുട്ടികൾക്കും നിങ്ങളെ നന്ദി അറിയിക്കുന്നു. കൂടാതെ എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. കൂടാതെ ഒരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ട്, നമ്മുടെ DME ബാച്ച്, DMEയുടെ 10th ബാച്ച് നമ്മൾ അഡ്മിഷൻ ഇന്ന് നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പൊ ആക്ച്വലി DMEയുടെ സിലബസ് വരുമ്പോൾ കുറച്ചുകൂടെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറച്ചുകൂടെ വാസ്റ്റ് ആയിട്ടുള്ള സിലബസ് ആണ് വരിക. ഏകദേശം 15ഓളം സബ്ജക്ട്സ് നമുക്ക് പഠിക്കാനുണ്ട് അല്ലേ. സോ അതിനും വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട്, അതായത് നമ്മുടെ റെഗുലർ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് ഇൻഡെപ്തിൽ പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് എക്സാമിന് വരുമ്പോൾ അതിന്റെ കൺസെപ്റ്റ് അനുസരിച്ച് നമുക്ക് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാനായിട്ട് കഴിയത്തുള്ളൂ. അപ്പം നമ്മളെ DME ബാച്ചിൽ നമ്മൾ ഇങ്ങനെ തന്നെയാണ് പ്ലാൻ ചെയ്യുന്നത്. വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സുകൾ ഉണ്ടാവും, അതുകൂടാതെ റെഗുലർ ആയിട്ടുള്ള റിവിഷൻ ഉണ്ടാവും. അതായത് ഒരു സബ്ജക്ട് പഠിച്ചു കഴിഞ്ഞ്, അല്ലെങ്കിൽ ഈ ഫുൾ ടോപ്പിക്സും പഠിച്ചു കഴിഞ്ഞതിന് ശേഷമുള്ള റിവിഷൻ അല്ല, പഠനത്തോടൊപ്പം റിവിഷനും, പിന്നെ അതുകൂടാതെ തന്നെ നമ്മുടെ സൂപ്പർ നോട്ട്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സ്റ്റുഡൻസിന്. ഓരോ ടോപ്പിക് കഴിയുമ്പോൾ അതിൽ നിന്നുള്ള ടെസ്റ്റ് നൽകുന്നുണ്ട്. കൂടാതെ മെഗാ ടെസ്റ്റ് നടത്തുന്നുണ്ട്, മോക്ക് ടെസ്റ്റ് നടത്തുന്നുണ്ട്. അപ്പം ഒരുപാട് ടെസ്റ്റ് സീരീസ് ഒക്കെ വെച്ചിട്ടാണ് നമ്മളെ DMEയുടെ ബാച്ച് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതിനകത്ത് ആക്ച്വലി ഈ പറഞ്ഞ പോലെ പഠനത്തോടൊപ്പം തന്നെ റിവിഷൻ ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട്, അതായത് റിവിഷൻ കഴിഞ്ഞതിന് ശേഷം പിന്നെയും ഈ പറഞ്ഞ പോലെ മാരത്തൺ റിവിഷൻ ഒക്കെ ഉണ്ടാകും. അപ്പം ആദ്യം മുതലേ നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്ത് പഠിച്ചു കഴിഞ്ഞെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ റിവിഷൻ കൊണ്ടുള്ള പ്രയോജനം ഉണ്ടാവുള്ളൂ അല്ലെ. അപ്പം നിങ്ങൾ എത്രയും പെട്ടെന്ന്, അതായത് DME ബാച്ചിലെ DME എക്സാം എഴുതാൻ താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് നമ്മുടെ ഓഫീസുമായിട്ട് കോൺടാക്ട് ചെയ്യുക, നിങ്ങളുടെ അഡ്മിഷൻ ഉറപ്പിക്കുക. ഈ രീതിയിലുള്ള നമ്മുടെ സ്റ്റഡി സ്ട്രാറ്റജിയോട് ചേർന്ന് നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് നന്നായിട്ട് പഠിക്കാനും നിങ്ങൾക്ക് വിജയം ലഭിക്കാനുമുള്ള എല്ലാ അനുഗ്രഹവും ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു.